എടി നീ എന്തീ പറയുന്നത്? നിനക്ക് 21, എനിക്ക് 28 ആണ്. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ഏജ് ഇസ് നോട്ട് ജസ്റ്റ് എ നമ്പർ. സി, എന്റെ അച്ഛനും അമ്മയും തമ്മിലൊരു 10 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാവും. കഴിഞ്ഞ 21 കൊല്ലമായിട്ട് അവർ സന്തോഷമായിട്ടാ ജീവിക്കുന്നത്. നിന്റെ അച്ഛനും അമ്മയും തമ്മിൽ ഏകദേശം അത്രയും പ്രായമൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ ഫഹദ് ഫാസിലും നസ്രീനെ കെട്ടിയപ്പോ പുള്ളിക്ക് 32ഉം നസ്രിക്ക് 19 ഞാൻ ഫഹദ് ഫാസിലും അല്ല, നീ നസ്രിയും അല്ല. ഞാൻ നിന്റെ നസ്രി അല്ലായിരിക്കും, പക്ഷെ നീ എന്റെ ഫഹദ. എടി, എന്നാൽ നമ്മൾ തമ്മിൽ ഭയങ്കര ജനറേഷൻ ഗ്യാപ്പ് ഇല്ലേ? നീ നോക്ക്, ഞാൻ ഫോണ് പോലും ഇല്ലാത്തൊരു കാലത്താ ജനിച്ച്, നീ ആണെങ്കിൽ ആൻഡ്രോയിഡ് കാലത്താ ജനിച്ച്. ഇത്ര ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടും എനിക്കെന്താ നിന്നോട് ഇത്രക്ക് ഇഷ്ടം? എനിക്കറിയാം നിനക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിന്റെയൊക്കെ അപ്പുറത്തല്ലേ ഈ ഒരു ഫീലിംഗ്. എടി നോക്ക്, ഈ ജനറേഷൻ ഗ്യാപ്പ് മാത്രമല്ല, ഇപ്പൊ നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളും കുറവല്ലേ. ഇപ്പൊ നിന്റെ കെ ഡ്രാമകളോ എന്റെ മണിരത്നത്തിന്റെ സിനിമകളോ നീ കണ്ടിട്ടില്ല. നിന്റെ BTSന്റെ പാട്ടോ എന്റെ ഇളയരാജന്റെ പാട്ടോ നീയും കേട്ടിട്ടില്ല. ഇളയരാജയുടെ പാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഏത് പാട്ട്? കൺമണി കൺപോട്, നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ. ആക്ച്വലി അത് മഞ്ഞുമൽ ബോയ്സിലെ പാട്ടല്ല. സി, അത് മാത്രല്ല, നിനക്ക് ഈ പൊളിറ്റിക്സ് ഉണ്ടോ വെച്ചപ്പോ എനിക്ക് പൊളിറ്റിക്സ് ഒന്നും ഇല്ലാന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞ ഒരാളാ നീ. എടി, നമ്മൾ തമ്മിൽ ഭയങ്കര ഗ്യാപ്പ് ഉണ്ട്. സി, ഈ ആണുങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ മെച്ചൂരിറ്റി വരണമെങ്കിൽ ഒരു 10-28 വയസ്സൊക്കെ ആവും. അതായത് അതുവരെ ഉമ്മരിങ്ങനെ തൊട്ടനും പിടിച്ചനും ഒക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതായത് എന്തിനാ അങ്ങോട്ട് പോയേ, എന്തിനാ ഡ്രസ് ഇട്ടേ, എന്തിനാ അവരോട് സംസാരിച്ചേ, ഇവരോട് സംസാരിച്ചേ, അങ്ങനെ എല്ലാത്തിനും പ്രശ്നങ്ങളായിരിക്കും. ഇതാവും എനിക്ക് കംപ്ലീറ്റ്ലി ഓക്കെയാ. പിന്നെ നാളെ തന്നെ കെട്ടണമെന്നല്ല പറയണേ, പയ്യെ പയ്യെ പഠിക്കാന്നേ. നിന്നെയും നിന്റെ രത്നമണിയും പുള്ളീനെയും എന്റെ കേഡ്രാമയും ഒക്കെ അറിഞ്ഞ് പതുക്കെ പതുക്കെ ഇങ്ങനെ പോയാ പോയെ. നിന്റെ അടുത്ത് കിട്ടുന്ന ആ ഹോംലി ഫീൽ എനിക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. നിന്റെ അടുത്തിരുന്ന് ചിരിച്ച പോലെ ഞാൻ വേറെ എങ്ങും ഹാപ്പി ആയിട്ടിരുന്നിട്ടില്ല. യു റിയലി ആർ മൈ ഹാപ്പി ഫീൽ. പിന്നെ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. സോഷ്യൽ മൊറാലിറ്റി പറഞ്ഞു വെച്ച സമയം തെറ്റി ജനിച്ച 2 പേര്, അത്രയും മനസ്സിലാക്കിയാൽ മതി. പിന്നെ നിന്നെ കണ്ട ഒരു 10-25 വയസ്സ് അത്ര തോന്നിക്കോളൂ. ശരി, നേരത്തെ പറഞ്ഞാൽ മതിയാണല്ലേ. പിന്നീട് റിഗ്രറ്റ് അടിക്കുമോ? ഒരിക്കലും.